ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 62-ാം സൂറത്തും 28-ാം ജുസുയിൽ ആകെയുള്ള 9 സൂറത്തുകളിൽ 5-ാമത്തെ സൂറത്തുമായ സൂറ അൽ ജുമുഅയാണ് കഴിഞ്ഞ 9 ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കിയത്. ഇന്ന് ഈ സൂറത്തിൻ്റെ അവലോകന ക്ലാസ്സാണ്. 9-ാമത്തെ ആയത്തിൽ വന്ന ജുമുഅ എന്ന പദമാണ് ഈ സൂറത്തിൻ്റെ പേര്. ജുമുഅ എന്നാൽ വെള്ളിയാഴ്ച, ഒരുമിച്ചുകൂടൽ എന്നൊക്കെയാണ് അർത്ഥം. ഈ സൂറത്തിൽ മാത്രമാണ് വെള്ളിയാഴ്ചയിലെ ജുമുഅയെക്കുറിച്ച് പരാമർശമുള്ളത്. വെള്ളിയാഴ്ചയിലെ ജുമുഅ എന്നത് ഒരു ഖുതുബയും ശേഷം 2 റക്അത്ത് നിസ്കാരവുമാണ്. നമുക്കറിയാം, ജുമുഅയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആൾ 4 റക്അത്ത് ളുഹ്ർ നിസ്കരിക്കണം. അതിനാൽ വെള്ളിയാഴ്ചയിലെ ഖുതുബ 2 റക്അത്തുകൾക്ക് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. അതായത് 4 റക്അത്തുള്ള ളുഹ്ർ നിസ്കാരത്തിലെ 2 റക്അത്തുകൾക്ക് പകരം ഖുതുബയാണ് എന്നതാണ് ആ അഭിപ്രായം. ഈ സൂറത്തിൽ 11 ആയത്തുകളാണ് ഉള്ളത്. 11 ആയത്തുകൾ മാത്രമുള്ള 5 സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ സൂറത്തിന് പുറമെ അൽ മുനാഫിഖൂൻ, അൽ ദുഹ, അൽ ആദിയാത്ത്, അൽ ഖാരിഅ എന്നീ സൂറത്തുകളിലാണ് 11 ആയത്തുകൾ മാത്രമുള്ളത്. 28-ാം ജുസുയിലെ മറ്റെല്ലാ സൂറത്തുകളെയും പോലെ ഈ സൂറത്തും മദനിയ ആണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൽ 2 റുക്കൂകൾ ആണുള്ളത്. എന്താണ് റുക്കൂ എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു സൂറത്തിൻ്റെ ആദ്യ ക്ലാസ്സിൽ നമ്മൾ വിശദമാക്കിയിട്ടുണ്ട്. 1-ാം റുക്കൂയിൽ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളും 2-ാം റുക്കൂയിൽ 9 മുതൽ 11 വരെയുള്ള ആയത്തുകളുമാണുള്ളത്. ആദ്യ റുക്കൂ, അതായത് 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ ഖൈബർ യുദ്ധത്തിൻ്റെ തൊട്ട് മുമ്പോ ശേഷമോ അവതരിച്ചതാകാം എന്നും 2-ാം റുക്കൂ, അതായത് 9 മുതൽ 11 വരെയുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ അല്പം മുമ്പോ ശേഷമോ അവതരിച്ചതാകാമെന്നും മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് 2-ാം റുക്കൂ ആണ് ആദ്യം അവതരിച്ചത് എന്നർത്ഥം. ഈ സൂറത്തിൻ്റെ തുടക്കം തസ്ബീഹ് കൊണ്ടാണ്. അതായത് യുസബ്ബിഹു എന്ന പദം കൊണ്ട് തുടങ്ങുന്ന സൂറത്താണിത്. അതുകൊണ്ട് അൽ മുസബ്ബിഹാത്തിൽപ്പെട്ട സൂറത്താണ് ഈ സൂറത്ത്. 7 സൂറത്തുകളാണ് ഈ ഗണത്തിൽപ്പെടുന്നതായി ഉള്ളത്. ആ സൂറത്തുകൾ ഏതൊക്കെയെന്നും അവയുടെ തുടക്കം എങ്ങനെയെന്നുമെല്ലാം ഈ സൂറത്തിൻ്റെ ആദ്യ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ചില സൂറത്തുകൾ ആരംഭിക്കുന്നത് സബ്ബഹ ലില്ലാഹി എന്നതുകൊണ്ടാണ്. അർത്ഥം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി. എന്നാൽ മറ്റ് ചില സൂറത്തുകൾ ആരംഭിക്കുന്നത് യുസബ്ബിഹു ലില്ലാഹി എന്നതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അല്ലെങ്കിൽ വാഴ്ത്തും. അപ്പോൾ വാഴ്ത്തി എന്ന രൂപത്തിലും വാഴ്ത്തുന്നു എന്ന രൂപത്തിലും വാഴ്ത്തും എന്ന രൂപത്തിലുമെല്ലാം പദങ്ങളുണ്ട് എന്നർത്ഥം. കഴിഞ്ഞ കാലത്തും ഇപ്പോഴും ഇനി ഭാവിയിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തൽ എന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സൂറത്തിനെ നമുക്ക് 3 ഭാഗമായി മനസ്സിലാക്കാം. ആദ്യ 4 ആയത്തുകൾ വരുന്ന 1-ാം ഭാഗത്ത് നാം മനസ്സിലാക്കിയത് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാകുന്നു എന്നതാണ്. 5 മുതൽ 8 വരെയുള്ള ആയത്തുകൾ അടങ്ങുന്ന 2-ാം ഭാഗത്ത് നാം മനസ്സിലാക്കി വേദഗ്രന്ഥം കിട്ടിയിട്ടും അത് കൊണ്ടു നടക്കാതെ പ്രയോജനപ്പെടുത്താതെ നടക്കുന്നവരുടെ ഉപമയിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണമെന്ന്. 9 മുതൽ 11 വരെയുള്ള ആയത്തുകൾ ഉൾക്കൊള്ളുന്ന 3-ാം ഭാഗത്ത് വെള്ളിയാഴ്ചയിലെ ജുമുഅയുടെ പ്രാധാന്യവും ഒരു സാഹചര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നും നാം മനസ്സിലാക്കി. ഈ 3 ഭാഗങ്ങളിൽ 1-ാമത്തെയും 3-ാമത്തെയും ഭാഗം നോക്കൂ നിങ്ങൾ. അവ തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്താണ് 1-ാമത്തെ ഭാഗം? ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അപ്പോൾ ദിക്ർ ചെല്ലുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി ഏറ്റവും അവസാന ഭാഗത്ത് എന്താണ് പറഞ്ഞത്? ആ ഒരു ദിക്ർ എന്നുള്ളത് വെള്ളിയാഴ്ചയിലെ ജുമുഅ വളരെ പ്രധാനപ്പെട്ട ആ ഒരു ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന അതൊരു പ്രധാനപ്പെട്ട ദിക്റാണ്. മാത്രമല്ല 1-ാമത്തെ ഭാഗത്ത് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാകുന്നു എന്ന്. അവസാന ഭാഗത്ത് പറയുന്നു ആ ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന്. നോക്കൂ നിങ്ങൾ, ആദ്യ ഭാഗവും അവസാന ഭാഗവും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നർത്ഥം. ഇനി അതിൻ്റെ നടുഭാഗം എന്താണ്? നടുഭാഗം
ഇതുപോലെയൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച, വേദഗ്രന്ഥം ലഭിച്ച ആളുകൾ അത് അനുസരിക്കാതെ, അത് കൊണ്ടു നടക്കാതെ, അത് പ്രയോജനപ്പെടുത്താതെ വന്നപ്പോൾ അവർക്കുണ്ടായ അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഉപമയിൽ നിന്ന് നമ്മൾ എത്രത്തോളം പാഠങ്ങൾ പഠിക്കണമെന്നുള്ള ആ ഒരു ഉപമയാണ് നടുഭാഗത്ത്. അപ്പോൾ ഈ ഒരു സൂറത്തിനെ വളരെ വ്യക്തമായ രൂപത്തിൽ, വളരെ ഭംഗിയായ രൂപത്തിൽ അള്ളാഹു ക്രമപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സൂറത്തുകളും അങ്ങനെ തന്നെയാണ്. ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ക്രമപ്പെടുത്തൽ തന്നെ വലിയ അത്ഭുതമാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ 3 ഭാഗങ്ങളും ഒരൽപ്പം ആഴത്തിൽ അവലോകനം ചെയ്യാം. ഒന്നാം ഭാഗത്ത് ആദ്യ 4 ആയത്തുകളാണെന്ന് പറഞ്ഞല്ലോ. അതേതൊക്കെയാണ്? രാജാധിപതിയും മഹാപരിശുദ്ധനും പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവനായ അള്ളാഹുവിന് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം സ്തോത്ര കീർത്തനം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ അവ വാഴ്ത്തുന്നു എന്നർത്ഥം. അക്ഷരജ്ഞാനമില്ലാത്തവരിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചവനത്രേ അവൻ. അവർക്ക് തൻ്റെ ആയത്തുകൾ, അതായത് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും, അതായത് ശുദ്ധീകരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ. നിശ്ചയമായും അവർ അതിനു മുമ്പ് സ്പഷ്ടമായ വഴിപിഴവിൽ തന്നെയായിരുന്നു. മാത്രമല്ല, അവരിൽ നിന്നുള്ള വേറെ ആളുകൾക്കും അവർ ഇവരുമായി എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടില്ല, ഇനി വന്നു ചേരുന്നതേ ഉള്ളൂ എന്നർത്ഥം. പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവനത്രേ അവൻ. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. അള്ളാഹു ആകട്ടെ വമ്പിച്ച അനുഗ്രഹശാലിയുമാണ്. ഇനി നമുക്ക് ഈ ഒരു ആദ്യ ഭാഗത്തെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, എന്താണ് ആദ്യത്തെ ആ ഒന്നാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നത്? യുസബ്യഹു ലില്ലാഹി മാഫിസ് സമാവാത്തി ഒമാഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു. എന്നിട്ട് ആ അള്ളാഹുവിൻ്റെ പ്രത്യേകത പറഞ്ഞു അല്ലേ? എന്താണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത? അൽ മലിക്. അള്ളാഹു മലിക്കാണ്, അതായത് രാജാധിപതിയാണ്. ഖുദ്ദൂസാണ്, മഹാപരിശുദ്ധനാണ്. അൽ അസീസാണ്, പ്രതാപശാലി അല്ലെങ്കിൽ അജയ്യനാണ്. അൽ ഹക്കീമാണ്, യുക്തിജ്ഞനുമാണ്. പിന്നെ നിരക്ഷരിൽ നിന്നാണ് അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്, അതും പറഞ്ഞു. ഈ ഒരു ഭാഗം, ഇതുവരെ പറഞ്ഞ ഈ ഭാഗം ഇനി പറയുന്ന ഭാഗങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ ആയത്തിൽ നിരക്ഷരിൽ നിന്നാണ് അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുമെന്ന് പറഞ്ഞത്? യത്ലു അലൈഹിം ആയാത്തിഹി, ആയത്തുകൾ ഓതി കേൾപ്പിക്കും. വ യുസക്കീഹിം, അവരെ സംസ്കരിക്കും അല്ലെങ്കിൽ ശുദ്ധീകരിക്കും. വ യുഅല്ലിമുഹുമുൽ കിതാബ, വേദഗ്രന്ഥം പഠിപ്പിക്കും. വൽ ഹിക്മ, അവരെ വിജ്ഞാനവും പഠിപ്പിക്കും. വ ഇൻ കാനു മിൻ ഖബ്ലു ലഫീ ദലാലി മുബീൻ, അവർ ഇതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. ഇതാണല്ലോ ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ ഭാഗം അവിടെ നിൽക്കട്ടെ. ആ ഒരു അള്ളാഹുവിൻ്റെ പ്രത്യേകതകളായി പറഞ്ഞു. ഒന്ന് മലിക് എന്ന് പറഞ്ഞു. ഇനി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായി പറഞ്ഞപ്പോൾ ആദ്യം തന്നെ എന്താ പറഞ്ഞത്? യത്ലു അലൈഹിം ആയാത്തിഹി, ദൃഷ്ടാന്തങ്ങളെ, തെളിവുകളെ നിരത്തി കൊടുക്കും. ദൃഷ്ടാന്തങ്ങളെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ രാജാധിപതിക്ക് മാത്രമേ ആ രൂപത്തിൽ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ പറ്റുള്ളൂ, തെളിവുകൾ ആ രൂപത്തിൽ നിരത്തി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അള്ളാഹു ഖുദ്ദൂസാണെന്ന് പറഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ദൗത്യമായിട്ട് എന്താ പറഞ്ഞത്? വയുസക്കീഹിം, ശുദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ സംസ്കരിക്കുന്നു. ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് പറഞ്ഞത് അള്ളാഹു പരിശുദ്ധനാണ്, മഹാപരിശുദ്ധനാണ്, ഒരു പോരായ്മയും ഇല്ലാത്തവനാണ്. ഇവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിൽ പറഞ്ഞ അടുത്ത കാര്യം, ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഇനി അള്ളാഹു അസീസാണെന്ന് പറഞ്ഞു. അജയ്യനാണെങ്കിൽ പ്രതാപശാലിയാണ്. ആ അജയ്യനായ, ആ പ്രതാപശാലിയായ റബ്ബിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹിക്മത്ത്, ഹക്കീമാണെന്ന് പറഞ്ഞു. അള്ളാഹു ഹക്കീമാണെന്ന് പറഞ്ഞു. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പറഞ്ഞപ്പോൾ ഹിക്മത്ത് പഠിപ്പിക്കുന്നു എന്നും പറഞ്ഞു. ഇനി അതിനുശേഷം മൂന്നാമത്തെയും നാലാമത്തെയും ആയത്തിൽ എന്താണ് പറഞ്ഞത്? ഇനി മറ്റുള്ള ആളുകളും ഇവരിലേക്ക് വന്നു ചേരും, ഇപ്പോൾ വന്നെത്താത്ത ആളുകളും കൂടെ ഇതിലേക്ക് വന്നു ചേരുമെന്ന് പറഞ്ഞു. അതും അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം പറഞ്ഞു നിർത്തിയ ആ ഒരു ആയത്തിൻ്റെ ഭാഗവും ഇതും തമ്മിലൊന്ന് ബന്ധപ്പെടുത്തിയാലോ? ആദ്യം പറഞ്ഞ ഭാഗം
ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഈ ഒരു ഒന്നാമത്തെ ഭാഗത്തിൻ്റെ അവസാനം, അതായത് 3-ാമത്തെ 4-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇനി വന്നു ചേരാൻ ഇനിയും ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ ഇതിലേക്ക് വന്നു ചേരും എന്ന് പറഞ്ഞാൽ, അപ്പോൾ തസ്ബീഹ് ചെയ്യുന്നവരുടെ എണ്ണം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു, കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നു എല്ലാം ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം തസ്ബീഹ് ചെയ്യുന്നു. അവസാനം പറയുന്നു ആ തസ്ബീഹ് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് കയറുകയാണെങ്കിലോ, രണ്ടാമത്തെ ഭാഗത്ത് തൗറാത്ത് ചുമതലപ്പെടുത്തിയിട്ട് പിന്നെ അത് ഏറ്റെടുത്ത് നിർവഹിക്കാതിരുന്നവരുടെ ഉപമയാണ് പറയുന്നത്. വൻ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയുടെ മാതിരിയാകുന്നവർ. അള്ളാഹുവിൻ്റെ ആയത്തുകളെ, അതായത് ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കിയ ജനതയുടെ ഉപമ എത്രയോ ചീത്ത. അക്രമികളായ ജനങ്ങളെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. നബിയെ പറയുക, ഹേ യഹൂദികളായുള്ളവരെ, മറ്റു മനുഷ്യരെ കൂടാതെ നിങ്ങൾ മാത്രം അള്ളാഹുവിന് മിത്രങ്ങളാണെന്ന് നിങ്ങൾ ജൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ മരണത്തിന് കൊതിക്കുവീൻ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. തങ്ങളുടെ കരങ്ങൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ള നിമിത്തം ഒരു കാലത്തും അവർ അതിന് കൊതിക്കുകയില്ല. അള്ളാഹു അക്രമികളെപ്പറ്റി അറിയുന്നവനാകുന്നു. നബിയെ താങ്കൾ പറയുക, നിങ്ങൾ പേടിച്ചോടിപ്പോകുന്നതായ ആ മരണം നിശ്ചയമായും അത് നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാകുന്നു. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെക്കുറിച്ച് അവൻ നിങ്ങളെ വാർത്ത അറിയിക്കുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ ഭാഗം. നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളെ 6 കാര്യങ്ങളാക്കി തിരിക്കാം, പറഞ്ഞ അതേ ക്രമത്തിൽ. ഒന്നാമതായി പറഞ്ഞു, തൗറാത്ത് ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കി. രണ്ടാമതായി പറഞ്ഞത്, അക്രമികളായ ജനതയെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. 3, പറയുക, നിങ്ങളാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ളവരെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കുകയും. 4-ാമത്തെ കാര്യം, അവർ മുമ്പ് ചെയ്തവ നിമിത്തം അവർ മരണത്തെ കൊതിക്കുകയില്ല. 5-ാമത്തെ കാര്യം, അക്രമികളെ അള്ളാഹു നന്നായി അറിയുന്നു. 6-ാമത്തെ കാര്യം, പറയുക, നിങ്ങൾ മരണത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, അപ്പോൾ അവൻ വിവരമറിയിക്കും. ഇതാണ് 6 കാര്യങ്ങളാക്കി നമ്മളിതിനെ തിരിച്ചാൽ ഈ ഒരു രണ്ടാമത്തെ ഭാഗത്തെ. ഇനി നമുക്ക് ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. തൗറാത്ത് ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു, ആയത്തുകളെ കളവാക്കി എന്നുള്ള ആ ഒന്നാമത്തെ ഭാഗവും 4-ാമത് പറഞ്ഞ ഭാഗമുണ്ടല്ലോ, ഒരേ കളറിൽ കാണിച്ചിട്ടുണ്ട്, അവർ മുമ്പ് ചെയ്തവ നിമിത്തം അവർ മരണത്തെ കൊതിക്കുകയില്ല. അവ തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ മുമ്പ് ചെയ്തവ നിമിത്തം അവർ മരണത്തെ കൊതിക്കുകയില്ല. എന്താണ് അവർ മുമ്പ് ചെയ്തത്? ജൂതന്മാർ, യഹൂദികൾ, അവരെന്താണ് മുമ്പ് ചെയ്തത്? തൗറാത്ത് ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു, ആയത്തുകൾ അവർ കളവാക്കി. അതാണ് അവർ മുമ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവർ മുമ്പ് ചെയ്ത ആ കാരണം കൊണ്ട്, അവർ അവർക്ക് കിട്ടിയ ഗ്രന്ഥത്തെ കളവാക്കി ജീവിച്ചത് കൊണ്ട് അവർ മരണത്തെ കൊതിക്കുകയില്ല. അപ്പോൾ അവ തമ്മിലുള്ള ബന്ധം നോക്കൂ നിങ്ങൾ. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താണ്? അക്രമികളായ ജനതയെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞു. ഇനി 5-ാമത് പറഞ്ഞതോ, അക്രമികളെ അള്ളാഹു നന്നായി അറിയുന്നു എന്ന് പറഞ്ഞു. അക്രമികളായ ജനതയെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല, അക്രമികളായ ജനതയെ അള്ളാഹു നന്നായി അറിയുന്നു. ആ 2ഉം 5ഉം തമ്മിലുള്ള ബന്ധം. ഇനി 3ഉം 6ഉം തമ്മിലുള്ള ബന്ധം നോക്കൂ. പറയുക, നിങ്ങളാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ളവരെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കുവീൻ. 6-ാമത്തെ എന്താ പറഞ്ഞത്? പറയുക, നിങ്ങൾ മരണത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, അപ്പോൾ അവൻ വിവരമറിയിക്കും. നോക്കൂ നിങ്ങൾ, അള്ളാഹു ആയത്തുകളിൽ ആ ഓരോ കാര്യങ്ങളും ക്രമീകരിച്ചതിൻ്റെ ആ ഒരു അത്ഭുതം. ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ആ ഒരേ കളറിൽ കൊടുത്തത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 1, 4, 2, 5, 3, 6 ആ ഒരു കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു പറഞ്ഞ വിശദീകരിച്ച ആ കാര്യങ്ങളുടെ ക്രമം നോക്കുക നിങ്ങൾ. എന്തൊരത്ഭുതമാണ്. പറയുക, നിങ്ങളാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ളവരെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കുകയെന്ന് പറഞ്ഞു. എന്നിട്ട് 6-ാമതായിക്കൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ മരണത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എന്തായാലും നിങ്ങളത് കൊതിച്ചിട്ടില്ലെങ്കിലും നിങ്ങളത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് വിവരം തരും. ഇനി നമുക്ക് 3-ാമത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ അത്ഭുതം കാണാൻ പറ്റും. 3-ാമത്തെ ഭാഗത്ത്, ഹേ വിശ്വസിച്ചവരെ, ജുമുഅ ദിവസത്തെ, അതായത് വെള്ളിയാഴ്ചയിലെ നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഉത്സാഹിച്ച് വരുവീൻ. കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുവീൻ. അത് നിങ്ങൾക്ക് ഗുണകരമാകുന്നു, നിങ്ങൾക്ക് അത് അറിയാവുന്നതാണെങ്കിൽ. എന്നിട്ട് നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിച്ചു കൊള്ളുകയും ചെയ്യുവീൻ. അള്ളാഹുവിനെ ധാരാളം ഓർമ്മിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കാം.
ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവർ അതിലേക്ക് പിരിഞ്ഞു പോവുകയും താങ്കൾ നിന്നും കൊണ്ടിരിക്കെ താങ്കളെ വിട്ടുകളയുകയും ചെയ്യുന്നു. താങ്കൾ പറയുക, അള്ളാഹുവിൻ്റെ പക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനുമാകുന്നു. ഇവിടെ നമ്മൾ നോക്കുക, ഈ ഒരു മൂന്നാമത്തെ ഭാഗം, അവസാനത്തെ ഭാഗം 9 മുതൽ 11 വരെയുള്ള ആയത്തുകൾ, അത്രയും ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളെയും നേരത്തെ പോലെ നമുക്കൊരു 6 ഭാഗമായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ 6 കാര്യങ്ങളായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ് ഈ ഒരു അവസാന ഭാഗത്ത് പറഞ്ഞ 6 കാര്യങ്ങൾ? ഒന്ന്, വെള്ളിയാഴ്ച ജുമക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ധൃതിപ്പെടുക, കച്ചവടം ഒഴിവാക്കുക. അതാണ് ഒന്നാമത് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, അതാകുന്നു നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ. പിന്നെ പറഞ്ഞു, പുറത്തു പോയി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിക്കുക, അള്ളാഹുവിനെ നിങ്ങൾ നല്ലോണം ഓർക്കുക, നിങ്ങൾക്ക് വിജയം കിട്ടും. അതായത് നിസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട കാര്യം. പിന്നീട് പറഞ്ഞു, ഒരു കച്ചവടമോ വിനോദമോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ അതിലേക്ക് ഓടിപ്പോയി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്നവനായിരിക്കെ. പിന്നീട് പറഞ്ഞത്, പറയുക അള്ളാഹുവിൻ്റെ പക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഏറ്റവും ഉത്തമമാണ്. ആറാമതായിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. നേരത്തെ പോലെ ഇവ തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞത് എന്താണ്? വെള്ളിയാഴ്ച ജുമക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ധൃതിപ്പെടുക, കച്ചവടം ഒഴിവാക്കുക. ഏതാണ് സ്വീകരിക്കാൻ പറഞ്ഞത്, ഏതാണ് എടുക്കാൻ പറഞ്ഞത്? നിസ്കാരം നിങ്ങൾ സ്വീകരിക്കുക, കച്ചവടം ഒഴിവാക്കുക. എന്താണ് നാലാമത്തെ കാര്യമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത്? നിങ്ങൾ കച്ചവടത്തിലേക്കും വിനോദത്തിലേക്കും ഓടിപ്പോയി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിൽക്കുന്നവനായിരിക്കെ. അതായത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിക്റിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ നേരെ കച്ചവടത്തിലേക്കും വിനോദത്തിലേക്കും ഓടി. ഒന്നാമതെന്താണ് പറഞ്ഞത്? നിങ്ങൾ ജുമക്ക് വിളിക്കപ്പെട്ടാൽ ആ ഒരു സിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക, കച്ചവടം ഒഴിവാക്കുക. കച്ചവടം നിർത്തിവെക്കാൻ, അത് ഒഴിവാക്കാൻ പറഞ്ഞു, എന്നിട്ട് സിക്റിലേക്ക് ഓടി വരാൻ പറഞ്ഞു. നാലാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു പറഞ്ഞത്? അവരെന്താണ് ചെയ്തത്? അവർ ചെയ്തത് സിക്റിനെ അവിടെ മാറ്റി വെച്ചിട്ട് അവർ കച്ചവടത്തിലേക്ക് ഓടി. ഏതിലേക്കാണോ ഓടി വരാൻ പറഞ്ഞത് അതിനെ മാറ്റി നിർത്തിയിട്ട് ഏതാണോ നിർത്തിവെക്കാൻ പറഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ഓടുകയാണ് ചെയ്തത്. അവ തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി രണ്ടാമത്തെയും അഞ്ചാമത്തെയും കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ. പറയുക, അള്ളാഹുവിൻ്റെ പക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഏറ്റവും ഉത്തമമാകുന്നു. രണ്ടാമത്തെ കാര്യമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, അതാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അതായത് കച്ചവടമൊക്കെ നിർത്തിവെച്ച് അള്ളാഹുവിൻ്റെ സിക്റിലേക്ക്, അള്ളാഹുവിനെ ഓർക്കുന്ന ആ ഒരു ജുമയിലേക്ക് നിങ്ങൾ പോവലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു. അഞ്ചാമതായിക്കൊണ്ട് അള്ളാഹു എന്താണ് പറഞ്ഞത്? നബിയെ താങ്കൾ പറയുക, അള്ളാഹുവിൻ്റെ പക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാണ്. നോക്കൂ, അവ തമ്മിലുള്ളൊരു ബന്ധം. ഏറ്റവും ഉത്തമം എന്താണ് എന്നുള്ളത് ആദ്യം പറഞ്ഞു. ആ ഒരു കച്ചവടമൊക്കെ നിർത്തിവെച്ച് ജുമ നിസ്കാരത്തിലേക്ക് വരലാണ് ഏറ്റവും ഉത്തമം. പിന്നീട് അള്ളാഹു പറഞ്ഞു, നബിയെ പറഞ്ഞു കൊടുക്കുക അവർക്ക്, അള്ളാഹുവിൻ്റെ പക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാണ്. അവ തമ്മിലുള്ള ബന്ധം നോക്കുക. ഇനി മൂന്നാമത്തെയും ആറാമത്തെയും കാര്യങ്ങളൊന്നും എടുത്തു നോക്കുക. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പുറത്തു പോയി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ ഉപജീവനം തേടുക, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ കണ്ടെത്തുക, അള്ളാഹുവിനെ നല്ലവണ്ണം ഓർക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം. എന്താണ് ആറാമത്തെ കാര്യമായിട്ട് പറഞ്ഞത്? അള്ളാഹുവാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അപ്പോൾ ആ ഒരു മൂന്നാമത്തെ കാര്യം പറഞ്ഞു, നിങ്ങൾ ഉപജീവനം തേടിക്കൊള്ളുക. നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉപജീവനം തേടാം. അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. ആ ഒരു ക്രമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തൊരു അത്ഭുതകരമാണിത്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു സൂറത്തിലെ പല പദപ്രയോഗങ്ങളും നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ സൂചിപ്പിച്ചു. 9, 11 ആയത്തുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വസറ എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയായിട്ടുള്ള സർ അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ 11ാമത്തെ ആയത്തിൽ തറക്ക എന്ന് വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് പൊതുവേ. പക്ഷേ ആ രണ്ടും ഒരേ തരത്തിലുള്ള ഉപേക്ഷിക്കലല്ല നമ്മൾ സൂചിപ്പിച്ചു. വസറ ഉപയോഗിക്കുന്നത് നിസ്സാരമായ കാര്യങ്ങളൊക്കെ, അത്ര വിലയില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനാണ് വസറ എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുക. അതേസമയത്ത് തറക്ക എന്നാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണ്, വിലയുള്ളതിന് ഉപേക്ഷിക്കലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപേക്ഷിച്ചിട്ട് അവർ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തറക്ക, വിലയുള്ളതിനെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതിന് തറക്ക ഉപയോഗിച്ചു. കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കുകയും എന്ന് പറഞ്ഞ സമയത്ത് വസർ ഉപയോഗിച്ചു. അവിടെ സർ എന്നുള്ള കൽപ്പനക്രിയ ഉപയോഗിച്ചു. ആ ഒരു പദപ്രയോഗം നോക്കുക. അതുമാത്രമല്ല 9, 11 ആയത്തുകളിൽ ബൈഅ എന്നുള്ള പദവും വന്നിട്ടുണ്ട്, തിജാറത്ത് എന്നുള്ള പദവും വന്നിട്ടുണ്ട്, കച്ചവടത്തെ സൂചിപ്പിക്കാൻ. പക്ഷേ ബൈഅ എന്ന് പറഞ്ഞാൽ ശരിക്ക് വിൽപ്പനയാണ്, സെയിൽസാണ്. തിജാറത്ത് കച്ചവടം. അപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത്
ബൈഇനെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്, സെയിൽസ് ഒഴിവാക്കാനാണ് പറഞ്ഞത്. കാരണം ഒരാൾക്ക് ഒഴിവാക്കാൻ ഏറ്റവും പ്രയാസം ഉണ്ടാവുന്ന സംഗതി സെയിൽസ് ആയിരിക്കും. അത് അയാൾക്ക് വരുമാനം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ സെയിൽസിനെ നിങ്ങൾ ഒഴിവാക്കണം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പള്ളിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതെന്തായാലും ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അതേസമയം നിങ്ങൾ പുറത്തേക്ക് ഓടിപ്പോകും എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു തിജാറത്ത് വന്നാൽ, ഒരു കച്ചവടം അല്ലെങ്കിൽ കച്ചവട സംഘം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് ഓടിപ്പോകും. കാരണം കച്ചവടം നടക്കുന്ന സ്ഥലത്ത് അവിടെ നമ്മൾ വിൽപ്പനക്കാരനൊന്നും അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് ഓടിപ്പോകാൻ ഉള്ള സാധ്യതയുണ്ട്. അവിടെ നമുക്ക് വിൽപ്പനയൊന്നും നടക്കണമെന്നില്ല, നമ്മളവിടെ ഇനിയിപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയേക്കാം. അപ്പോൾ അവിടെയുള്ള സ്ഥലത്ത്, അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് തിജാറത്ത് എന്ന് ഉപയോഗിച്ചു. അതേസമയം നിങ്ങൾ തൽക്കാലം നിർത്തിവെക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് വിൽപ്പന നിർത്തിവെക്കാനാണ് പറഞ്ഞത്. അതേപോലെ 9-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് തന്നെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാണ്, സത്യവിശ്വാസികളെന്ന് വിളിച്ചിട്ടാണ്. എല്ലാ സത്യവിശ്വാസികളും ആ ഒരു തെറ്റ് ചെയ്യുന്നതുകൊണ്ടൊന്നുമല്ല, അത് സത്യവിശ്വാസികൾക്കൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട്, അങ്ങനെ അതിലേക്ക് ഇനി ആരും വഴുതി പോവാതിരിക്കാനും വേണ്ടിയിട്ട്. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ സൂചിപ്പിച്ചു. അതായത് അങ്ങനെ വിളിക്കുമ്പോൾ, പൊതുവായിട്ട് വിളിക്കുന്ന സമയത്ത് ആർക്കും വേദന ഉണ്ടാവില്ല. ആ തെറ്റ് ചെയ്തവരെ മാത്രം വിളിച്ചിട്ട് സത്യവിശ്വാസികളിൽപ്പെട്ട ഈ കൂട്ടർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വേദന ഉണ്ടാക്കും. അതുകൊണ്ട് പൊതുവായിട്ട് പറയുമ്പോൾ ആർക്കും അത് വേദന ഉണ്ടാക്കില്ല. മാത്രമല്ല ആ ഒരു ആയത്തിൽ തന്നെ ഇദാ നൂദിയലി സ്വലാത്തി, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാലെന്നാണ്. അവിടെ അള്ളാഹു ഉപയോഗിച്ചത് അദാൻ അഥവാ ബാങ്ക് അല്ലെങ്കിൽ വിളംബരം, അറിയിപ്പ് എന്ന അർത്ഥത്തിലുള്ള അദാൻ എന്നല്ല ഉപയോഗിച്ചത്. മറിച്ച് വിളിക്കുക എന്നുള്ള അർത്ഥത്തിൽ നാദാ, യുനാദി, നിദാ, ആ ഒരു പദമാണ് ഉപയോഗിച്ചത്. ഇദാ നൂദിയ, വിളിക്കപ്പെട്ടാൽ. ആ ഒരു വിളിക്കപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ വിളിക്കുകയാണ് ചെയ്യുന്നത്, പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പള്ളിയിൽ നിന്നൊരു അറിയിപ്പല്ല. ആ വിളിക്കുമ്പോൾ നമ്മളതിന് ഉത്തരം നൽകൽ നിർബന്ധമായി. അറിയിപ്പ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മളത് കേട്ടാൽ മതി, പക്ഷേ വിളിക്കുക എന്ന് പറയുമ്പോൾ ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പദവും അത്ഭുതമാണ്. അതേപോലെ സ്വലാത്ത് നമ്മളവിടെ സൂചിപ്പിച്ചു ക്ലാസ് എടുത്ത സമയത്ത്. സ്വലാ എന്ന് പറയുമ്പോൾ 2 അർത്ഥങ്ങൾ അതിന് വരും. ഒന്ന് തീയിലിട്ട് ചുട്ട് പഴുക്കുക എന്നുള്ള അർത്ഥവും ഒന്ന് നിസ്കരിക്കുക എന്നുള്ള അർത്ഥവും. രണ്ടും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. തീയിലിട്ട് ചുട്ട് പഴുത്തു കഴിഞ്ഞാൽ ഒന്ന് വളരെ മൃദുവായി മാറും, അതേപോലെ തന്നെ നിസ്കരിക്കുന്നൊരു മനുഷ്യൻ്റെ മനസ്സും മൃദുവായി മാറും, നല്ല രൂപത്തിലുള്ളൊരു മനുഷ്യനായിട്ട് അയാൾ മാറും. ഈ പദം തന്നെ, അതിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ തന്നെ നല്ല യോജിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ അവിടെ അള്ളാഹു സൂചിപ്പിച്ചു വഇദാ റഔ തിജാറത്തൻ ഔ ലഹ്വൻ 11-ാമത്തെ ആയത്തിൽ. എന്നിട്ട് അതിന് ശേഷം പിന്നീട് പറയുന്നു മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വ മിനൽ തിജാറ. തുടക്കത്തിൽ വഇദാ റഔ തിജാറത്തൻ ഔ ലഹ്വൻ എന്നാണ് പറഞ്ഞത്. ആദ്യം തിജാറത്തും പിന്നെ ലഹ്വനും. എന്നാൽ പിന്നീട് മാ ഇൻദല്ലാഹി ഖൈർ എന്നുള്ള ഭാഗത്തെത്തുമ്പോൾ മിനൽ ലഹ്വി വ മിനൽ തിജാറ, അവിടെ ആദ്യം ലഹുവും പിന്നെ തിജാറത്തും. എന്താണ് ഇങ്ങനൊരു മാറ്റം? അതും നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആളുകൾ, ആ പള്ളിയിൽ ജുമുഅക്ക് കൂടിയ ആളുകൾ ആദ്യം ഓടിപ്പോവുക എന്തിനായിരിക്കും? ആ ഒരു തിജാറത്ത്, അവിടെ കച്ചവടം കാണുമ്പോൾ, എന്തെങ്കിലും വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ കച്ചവടം കാണുമ്പോൾ അതിലേക്കാണ് ഓടിപ്പോവുക. അതിനുശേഷം പിന്നീട് അവിടെ നിൽക്കുന്നത് ആ ഒരു വിനോദമൊക്കെ കണ്ടിട്ട് അങ്ങനെ നിന്നേക്കും, അവിടെയുള്ള വിനോദങ്ങളൊക്കെ കണ്ടു നിൽക്കും. ആദ്യം വിനോദമല്ല ലക്ഷ്യം, ആദ്യം കച്ചവടമാണ് ലക്ഷ്യം. പക്ഷേ ആ കച്ചവടം എന്നുള്ള ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ ഒരല്പസമയം വിനോദമൊക്കെ കണ്ടു നിന്നേക്കാം. അങ്ങനെ വിനോദം കണ്ടു നിൽക്കുന്ന ആളുകളെ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വിനോദവും നിങ്ങൾ ആദ്യം പോയ ആ കച്ചവടവും അല്ല നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന രൂപത്തിൽ പറയണം. ഒന്നത്. രണ്ടാമത്തൊരു കാര്യം, ഈ കച്ചവടം എന്നുള്ളത് ലോകത്ത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. കച്ചവടം കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായത് എന്ന് പൊതുവായി പറയുന്ന സമയത്ത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും എന്നാണ് പറയേണ്ടത്. കാരണം വിനോദം എല്ലാവരും ചെയ്യുന്നതാണ്, കച്ചവടം എല്ലാവരും ചെയ്യുന്നതല്ല. ആ ഓടിപ്പോയ കാര്യം പറയുമ്പോൾ അത് ആ പള്ളിയിൽ കൂടിയ ആളുകൾ ഓടിപ്പോയത് കച്ചവടത്തിലേക്കാണ് ആദ്യം പോയത്, പിന്നെയാണ് അവിടെ വിനോദത്തിലേക്ക് അവരെത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ പറയുന്ന സമയത്ത് ആ ഒരു തിജാറത്തിന് ആദ്യം പറഞ്ഞു, ലഹുവിനെ രണ്ടാമത് പറഞ്ഞു. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞ സമയത്ത്, അത് പൊതുവായിട്ട് എല്ലാവരോടും കൂടെ പറയുന്ന സമയത്ത് ലഹുവിനെയാണ് ആദ്യം പറയേണ്ടത്. കാരണം ലഹുവാണ് എല്ലാവരും ചെയ്യുന്നത്, തിജാറത്ത് കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുമാത്രമല്ല ഈ ഒരു 11-ാമത്തെ ആയത്തെത്തിയപ്പോഴേക്ക് അവർ എന്നുള്ള രൂപത്തിലാണ് അള്ളാഹു അഭിസംബോധന ചെയ്തത്. അതുവരെ നിങ്ങൾ എന്ന് പറഞ്ഞത് വഇദാ റഔ തിജാറത്തൻ, അവർ ഒരു കച്ചവട സംഘത്തെ കണ്ടാൽ, നിങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വേദന ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉപദേശം കൊടുക്കാതെ അവർ എന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റി പറഞ്ഞു. ഇതൊക്കെ അത്ഭുതങ്ങളാണ്. ഇനി അള്ളാഹുവിൻ്റെ പക്കലുള്ളതാണ്
ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാണ് ഏറ്റവും ഉത്തമം. അള്ളാഹുവിൻ്റെ പക്കലുള്ളത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്ത് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അള്ളാഹു അത് എല്ലാവർക്കും ഒരേപോലെ അല്ല കൊടുക്കുക, എല്ലാവർക്കും ഒരേ സംഗതി അല്ല കൊടുക്കുക. അള്ളാഹുവിൻ്റെ അടുക്കൽ പലതും ഉണ്ട്. ആ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുമ്പോൾ അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഒരേ അനുഗ്രഹം തന്നെ ആവണമെന്നില്ല, പലർക്കും പലതാവാം. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പലതും ഉണ്ട്, പല അനുഗ്രഹങ്ങളുണ്ട്, അതൊക്കെയാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് എന്ത് എന്ന് പറയാതെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് അതാണ് ഏറ്റവും ഉത്തമം എന്ന് മാത്രം പറഞ്ഞു. ഈ രൂപത്തിൽ ഈ ഒരു സൂറത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു സൂറത്തിൻ്റെ ആ ഒരു പദപ്രയോഗങ്ങളും അതിൽ പറഞ്ഞ കാര്യങ്ങളുടെ ക്രമം പോലും വളരെ വലിയ അത്ഭുതങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂറത്തിൽ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു സൂറത്തിൻ്റെ പാരായണം കേൾക്കാം. സാധിക്കുന്ന ആളുകളെല്ലാം കൂടെ പാരായണം ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. قل يا أيها الذين هادوا إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين ولا يتمنونه أبدا بما قدمت أيديهم والله عليم بالظالمين. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما
قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.